ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിലൂടെ ക്രിസ്തു ഭാഗം 15. തുടർന്ന് ദൈവത്തിൻ്റെ സർവോന്നതത്വവും നിത്യത്വവും എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം. ദൈവം സർവോന്നതനാകുന്നു. ദൈവം എല്ലാറ്റിനും അതീതനായിരിക്കുന്നു. ദൈവത്തിന് മുകളിൽ ആരും തന്നെയില്ല. സങ്കീർത്തനം 91:1, 92:1, സദൃശവാക്യം 16:4 നാം നോക്കുകയാണെങ്കിൽ ദൈവത്തെ സൂചിപ്പിക്കുന്ന 4 പേരുകൾ അവിടെ പറയുന്നുണ്ട്. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ഇവിടെ അത്യുന്നതൻ, സർവശക്തൻ, യഹോവ, ദൈവം എന്നിങ്ങനെ 4 പേരുകൾ സൂചിപ്പിക്കുന്നു. ദൈവീക സാന്നിധ്യത്തിൻ്റെ മറവിൽ ജീവിക്കുന്ന വിശ്വാസിക്ക് എല്ലാ നിലയിലുമുള്ള അനുഗ്രഹം ലഭിക്കുന്നതാണ് ഈ സങ്കീർത്തനം. മാത്രമല്ല, വ്യക്തിപരമായ അടുത്ത ബന്ധത്തെ ഈ സങ്കീർത്തനം നമ്മളിൽ കൂടി കർത്താവുമായിട്ട് യോജിപ്പിക്കുന്നു. ദൈവം നമുക്ക് സമ്പൂർണ്ണ സംരക്ഷണമാണ് നൽകുന്നതെന്ന് ബോധ്യപ്പെടുത്തുന്നു. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും എന്ന് പറഞ്ഞുകൊണ്ട് 92-ാം സങ്കീർത്തനം ആദ്യ വാക്യം നാം വായിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു കാരണമുണ്ടാകുന്നത് നല്ലതാണ്. അത് ഹൃദയത്തിന് ആഹ്ലാദമേകും. നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവരും ദൈവത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കപ്പെടുമെന്നതിനാൽ ഇത് പ്രായോഗികമായും അത് നല്ലത് തന്നെയാണ്. അതുപോലെ ദൈവത്തിൻ്റെ നിത്യത്വത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ദൈവം എന്നും ഉള്ളവനാണ്. അവിടുന്ന് ഇല്ലാതിരുന്ന ഒരു കാലവുമില്ല. ആദിയും അന്തവും ദൈവമാണ്. ജനനമോ മരണമോ ഇല്ലാത്ത നിത്യത്വം. അബ്രഹാം നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ ബേർശബയിൽ ഒരു പിചുലവൃക്ഷം നട്ടുകൊണ്ട് ദൈവത്തിന് ആരാധന കഴിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. മോശയ്ക്ക് ദൈവം തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് പുറപ്പാട് 3:14 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അനാദിയായും ശാശ്വതമായും മാറ്റമില്ലാത്തവൻ എന്നാണിതിൻ്റെ സാരം. ദൈവത്തിൻ്റെ നിത്യാസ്തിക്യത്തെയാണ് ഈ വാക്യം പ്രകടമാക്കിയിരിക്കുന്നത്. ഭൂതം, വർത്തമാനം, ഭാവി എന്നീ ത്രികാലങ്ങൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവൻ്റെ ദൃഷ്ടിയിലെല്ലാം നിത്യവർത്തമാന കാലമാണ്. 1 തിമോത്തി 1:17 നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 1:8 ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്നും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്ത ദൈവമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം ആദ്യനും അന്ത്യനുമാണെന്നാണല്ലോ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിൻ്റെ സർവശക്തിയെ പ്രകീർത്തിക്കുവാനുള്ള മനുഷ്യൻ്റെ വാക്കുകളുടെ ആകത്തുകയായിട്ടാണ് ഇവിടെ ഈ അൽഫയും ഒമേഗയും പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 90-ാം സങ്കീർത്തനത്തിലെ 1-2 വാക്യങ്ങളൊക്കെയും വളരെയധികം ചിന്തനീയമായ വാക്കുകൾ തന്നെയാണ്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നിത്യനായ ദൈവം, ദൈവവും തൻ്റെ ജനവും തമ്മിലുള്ള ബന്ധം കുടുംബ ബന്ധം പോലെയാണ്. അവരും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന് ഒരിക്കലും മാറ്റം വരുന്നില്ല എന്നീ സത്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നത്. നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അടുത്ത ഭാഗത്തേക്ക് വരാം.